പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സെക്യൂരിറ്റി ട്രേഡിംഗ് പ്രാക്ടീസ് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന MDC ആണ്. അതിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനും അതിന്റെ ആൻസറുമാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. അതിൽ മൊഡ്യൂൾ 2 പാർട്ട് 1 പറഞ്ഞു, ഇതിൽ പാർട്ട് 2 ടെക്നിക്കൽ അനാലിസിസ്. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് ഇതൊരു 2 മാർക്സിന് ടെക്നിക്കൽ അനാലിസിസ് എന്താണെന്ന് വരാം, അല്ലെങ്കിൽ 5 മാർക്സിന് ടെക്നിക്കൽ അനാലിസിസ് വരാം, അല്ലെങ്കിൽ 10 മാർക്സിനും ടെക്നിക്കൽ അനാലിസിസ് വരാം. അപ്പോൾ 2 മാർക്സിന് വന്നാൽ ടെക്നിക്കൽ അനാലിസിസ് സ്റ്റഡി ഓഫ് ഹിസ്റ്റോറിക്കൽ പ്രൈസ് ആൻഡ് വോളിയം ഡാറ്റ ഓഫ് എ സെക്യൂരിറ്റി ടു ഫോർകാസ്റ്റ് ഫ്യൂച്ചർ പ്രൈസ് മൂവ്മെന്റ്. ഫ്യൂച്ചറിലെ പ്രൈസ് എത്ര ആവും എന്നുള്ളത് അതിന്റെ മൂവ്മെന്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഹിസ്റ്റോറിക്കൽ പ്രൈസും അതിന്റെ വോളിയം ഡാറ്റയും എടുത്തുകൊണ്ട് നമ്മൾ പഠിക്കുന്നതിന് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ അനാലിസിസ് വിച്ച് ഫോക്കസ് ഓൺ കമ്പനി ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് ആൻഡ് മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ്. ടെക്നിക്കൽ അനാലിസിസ് റിലീസ് സ്ലോലി പ്രൈസ് ചാർട്ട്, പാറ്റേൺ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. അതിന്റെ പ്രൈസിന്റെ ചാർട്ട്, അതിന്റെ പാറ്റേൺ, ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇതിൽ നോക്കാറുള്ളത്. ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അതേപോലെ ഫോറക്സ് മാർക്കറ്റ്, കമ്മോഡിറ്റി മാർക്കറ്റ്, അതർ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഗൈഡ്, ട്രേഡിംഗ് ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ പോയിട്ടുള്ള ഗ്രാഫുകൾ? അതിൽ നിന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന്റെ കീ കോൺസെപ്റ്റ് ആണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പ്രൈസ് ചാർട്ട്, ലൈൻ ചാർട്ട്, ബാർ ചാർട്ട്, കാൻഡിൽ സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്റ്റിക്ക് മോഡൽ ഉണ്ടാവും. ഇതൊക്കെ അങ്ങനെ ചെയ്തിട്ട് അതിന്റെ മോഡലിൽ വരുന്നുണ്ട്. ഓക്കെ, കാൻഡിൽ സ്റ്റിക്ക്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യും, ഇത് വിഷ്വൽ റെപ്രസെന്റേഷൻ ഓഫ് പ്രൈസ് മൂവ്മെന്റ് ഓവർ ടൈമിൽ എങ്ങനെയാണ് പ്രൈസ് മൂവ്മെന്റ് എന്ന് അതിൽ നിന്ന് മനസ്സിലാകും. അടുത്തത് നമ്മൾ ട്രെൻഡ്സ്, ഡയറക്ഷൻ ഓഫ് ദ മാർക്കറ്റിന്റെ ഡയറക്ഷൻ എന്താണ്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. സപ്പോർട്ട് എന്ന് പറയുന്നത് ഈസ് എ പ്രൈസ് ലെവൽ വേർ സെക്യൂരിറ്റി ടെൻസ് ടു ഫൈൻഡ് ബൈ ഇൻട്രസ്റ്റ്. എന്താണ് പ്രൈസ് ടെൻസ് ടു ബൗൺസ് അപ്വാർഡ്, എങ്ങനെ എത്ര പ്രൈസ് ബൗൺസ് ചെയ്യാൻ സാധ്യതയുണ്ട്. റെസിസ്റ്റൻസ് എന്ന് പറയാൻ പ്രൈസ് ലെവൽ വേർ സെല്ലിംഗ് ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻട്രസ്റ്റ് എമർജ് ചെയ്യുന്നതിന് അടിസ്ഥാനത്തിൽ സെല്ലിംഗ് ചെയ്യുന്ന പ്രൈസ് ലെവൽ, പ്രൈസ് ടെൻസ് ടു ഫാൾ. ഓക്കെ, പ്രൈസ് നമ്മൾ കുറയുമ്പോഴാണല്ലോ സാധനം വിൽക്കുക. ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് ഓസിലേറ്റേഴ്സ്, മൂവിംഗ് ആവറേജ്, RSI, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്, മാക്ട്, ഇതുപോലുള്ള കാര്യങ്ങളാണ് ഇതിനെടുക്കുക. വോളിയം അനാലിസിസ് ഹെൽപ്സ് കൺഫേം പ്രൈസ് ട്രെൻഡ്സ്. പ്രൈസിന്റെ ട്രെൻഡ്സ് മനസ്സിലാക്കാൻ അതിന്റെ വോളിയം എടുക്കാറുണ്ട്. ഓക്കെ, ഇതാണ് ഇതിൽ നിന്ന് ഒന്നാമത്. ഇനി ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ പ്രൈസ് ഫോർകാസ്റ്റിംഗ്. ഭാവിയിലുള്ള പ്രൈസ് മൂവ്മെന്റ് നമ്മൾ ഹിസ്റ്റോറിക്കൽ പ്രൈസ് ഡാറ്റ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഫോർകാസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ടൈമിംഗ് മാർക്കറ്റ് എൻട്രീസ് ആൻഡ് എക്സിറ്റ്. എപ്പോഴാണ് മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യേണ്ടത്, എപ്പോഴാണ് എക്സിറ്റ് ചെയ്യേണ്ടത്, എപ്പോഴാണ് വാങ്ങേണ്ടത്, എപ്പോഴാണ് വിൽക്കേണ്ടത്, അത് നമുക്ക് ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞുതരും. റിസ്ക് മാനേജ്മെന്റ്, റിസ്ക് എന്ത് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന് യൂണിവേഴ്സൽ ആയിട്ടുള്ള അപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, ലോകത്തെ എല്ലായിടത്തും ഒരു ട്രേഡബിൾ ആയിട്ടുള്ള അസറ്റിന്റെ അപ്ലൈ ചെയ്യുന്നുണ്ട് ടെക്നിക്കൽ അനാലിസിസ്. ഷോർട്ട് ടേം ട്രേഡിംഗ് ഡിസിഷൻ, ഷോർട്ട് ടേം ഉള്ള ട്രേഡിംഗ് ഡിസിഷൻ ഇതിലെടുക്കാം. വാങ്ങേണ്ടതും വിൽക്കേണ്ടതും എപ്പോൾ എന്നുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ, അത് ആ ഗ്രാഫിന്റെ അടിസ്ഥാനത്തിൽ, ആ മൂവ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. ഇൻട്രാഡേ ട്രേഡിംഗ് ഒക്കെ അതിന്റെ അടിസ്ഥാനത്തിലാണ് നോക്കാറ്. മാർക്കറ്റ് സെന്റിമെന്റ് റിഫ്ലക്ഷൻ, പ്രൈസ് മൂവ്മെന്റ് ക്യാപ്ചർഡ് ചാർട്ട് റിഫ്ലക്ട് മാർക്കറ്റ് സെന്റിമെന്റ്. എങ്ങനെയാണ് പ്രൈസ് മൂവ്മെന്റ്, അതിന്റെ ചാർട്ട് ഉണ്ടായിരിക്കും, ബാർ ചാർട്ട്, ഇതുപോലുള്ള ചാർട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇതൊരു ഒബ്ജക്ടിവിറ്റി which might fundamental analysis which might be influenced by biases and subjective opinion. എന്നാൽ ടെക്നിക്കൽ അനാലിസിസ് കോൺക്രീറ്റ് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ്, ഒരു ഒബ്ജക്ടിവിറ്റിന്റെ അടിസ്ഥാനത്തിലാണ്, പ്രൈസും വോളിയത്തിന്റെ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഇത് മെഷർ ചെയ്യുന്നത്. വൈഡ്ലി യൂസ്ഡ് ആൻഡ് ആക്സെപ്റ്റ് ചെയ്ത്, വൈഡ്ലി യൂസ് ചെയ്തിട്ടുള്ള ഒരു ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് ഒരു ഒബ്ജക്റ്റീവ് ആണ്. റിയൽ ടൈം ഡാറ്റയാണ്, ഇപ്പോഴുള്ള ഡാറ്റയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈസി ടു ലേൺ ആൻഡ് യൂസ്, വളരെ കൃത്യമായിട്ട് ലേൺ ചെയ്യാനും യൂസ് ചെയ്യാനും ഇത് ഈസിയാണ്. ബിഗിനർ ട്രേഡർക്കും ഇത് വളരെ ഈസിയാണ്. ഹെൽപ്സ് ഇൻ മാർക്കറ്റ് ടൈമിങ്ങിന് ഇത് സഹായിക്കും. ഇതിന്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നോ ഗ്യാരണ്ടി ഓഫ് അക്യുറസി ഇതിൽ കൃത്യമായിട്ട് ഗ്യാരണ്ടി തരുന്നില്ല. ഇതൊരു മാർക്കറ്റ് ക്യാൻ ബിഹേവ് അൺപ്രഡിക്റ്റബിളി, ചിലപ്പോൾ മാർക്കറ്റ് നമ്മൾ പ്രഡിക്ട് ചെയ്യുന്ന രീതിയിൽ വർക്ക് ചെയ്യണമെന്നില്ല. ഷോർട്ട് ടേം ഫോക്കസ്, ഇത് ഒരു ഷോർട്ട് ടേമിലേക്കാണ് ഇത് ഫോക്കസ്. ലോങ് ടേം ഇൻവെസ്റ്റർക്ക് ടെക്നിക്കൽ അനാലിസിസ് ഇതിൽ നിന്ന് അതിൽ ഏറ്റവും ഈസി. ഫണ്ടമെന്റൽ അനാലിസിസ് ഇതൊരു സബ്ജക്ടിവിറ്റി ആണ്. ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ചാർട്ട് ആൻഡ് പാറ്റേൺ ക്യാൻ വേരി ഫ്രം അനലിസ്റ്റ് ടു അനലിസ്റ്റ്. ഞാൻ അനലൈസ് ചെയ്യുന്ന രീതിയിലായിരിക്കും വേറൊരാൾ. അപ്പോൾ ഓരോരുത്തർക്ക് അനുസരിച്ച് ഇതിൽ മാറ്റണോ. ഓവർ റിലയൻസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഡാറ്റന്റെ അടിസ്ഥാനത്തിലാണ്. ഇമ്പോർട്ടന്റ് മെത്തേഡ് ഓഫ് ടെക്നിക്കൽ അനാലിസിസ്, ഒന്ന് ചാർട്ട് ഇൻ ടെക്നിക്കൽ അനാലിസിസ്, ഒന്ന് ഡിഫറെന്റ് ചാർട്ടുകൾ എടുക്കും. ബാർ ചാർട്ട്, ലൈൻ ചാർട്ട് പോലുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഇതാണ് ബാർ ചാർട്ട്, ലൈൻ ചാർട്ട്. ഇതാണ് ലൈൻ ചാർട്ട്, ഈ പറയുന്നത് ബാർ ചാർട്ട് ആണ്. ഈ രീതിയിലുള്ള കാര്യങ്ങൾക്കും ലൈൻ ചാർട്ട് എന്ന് പറയുന്നത് സിമ്പിൾ ചാർട്ട് ദാറ്റ് കണക്ട് ക്ലോസിംഗ് പ്രൈസ് കണക്ട് ചെയ്തുകൊണ്ടുള്ള ചാർട്ട്. സെക്യൂരിറ്റി ഓവർ സ്പെസിഫൈഡ് പീരീഡ് ഫോമിംഗ് കണ്ടിന്യൂസ് ലൈൻ ആയിരിക്കും ഉണ്ടാവുക. അത് കണക്ട് ചെയ്തുകൊണ്ട് ഒരു കണ്ടിന്യൂസ് ലൈൻ ആയിരിക്കും ഇതിന് ഉണ്ടായിരിക്കുക. ഓക്കെ, കണ്ടിന്യൂസ് ചെയ്തിട്ടുള്ള ഈ ലൈൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ. ഓക്കെ,
ഇതിൽ നിന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ, അതിന്റെ ട്രെൻഡ് മനസ്സിലാക്കാൻ സാധിക്കും. ഈസി ആയിട്ട് മനസ്സിലാക്കാൻ ഇതിൽ നിന്ന് സാധിക്കും. ബാർ ചാർട്ട് ഡിസ്പ്ലേ ദ ഓപ്പൺ, ഹൈ, ലോ ആൻഡ് ക്ലോസ് പ്രൈസസ് ഫോർ എ സ്പെസിഫിക് പീരീഡ്. സ്പെസിഫിക് പീരീഡിന് ഹൈ എങ്ങനെയാണ്, ലോ ആണ് ക്ലോസ് പ്രൈസസ് എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഈച്ച് ബാർ റെപ്രസെന്റ് സിംഗിൾ പീരീഡ് പ്രൈസ് മൂവ്മെന്റ്. ഓരോ ബാറും എന്തുണ്ട്, സിംഗിൾ പീരീഡിലെ കുറെ ബാറുകൾ ഉണ്ടാവും. സിംഗിൾ പീരീഡിലെ പ്രൈസ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാൻഡിൽസ്റ്റിക് ചാർട്ട് സിമിലർ ടു ബാർ ചാർട്ട് ബട്ട് വിഷ്വൽ സ്ട്രക്ചർ ദാറ്റ് ഹൈലൈറ്റ് ദ ഓപ്പൺ, ഹൈ, ലോ ആൻഡ് ക്ലോസ് പ്രൈസസ്. കാൻഡിൽസ്റ്റിക്, ഇതാണ് കാൻഡിൽസ്റ്റിക്. ഓരോ ഡിഫറെന്റ് കാൻഡിൽസ്റ്റിക്കുകൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ അത് കൃത്യമായിട്ട് അറിയുന്ന ആളുകൾക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ മാറ്റാം. കാൻഡിൽസ്റ്റിക്കിന് ബോഡി ഡിഫറൻസ് ബിറ്റ്വീൻ ഓപ്പൺ ആൻഡ് ക്ലോസ്. ഓപ്പണും ക്ലോസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അതിന്റെ ബോഡി. വിക്സ് എന്ന് പറയാം ഹൈ ആൻഡ് ലോവർ പോയിന്റ്. ഹൈയും ലോവർ പോയിന്റും ആണ് വിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വിഷ്വലി അപ്പീലിംഗ് ആയതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി കാൻഡിൽസ്റ്റിക് പാറ്റേൺ ഇൻ ടെക്നിക്കൽ അനാലിസിസ്. ഓക്കെ, ടെക്നിക്കൽ അനാലിസിസിന്റെ കാൻഡിൽസ്റ്റിക് പാറ്റേൺ. ഓക്കെ, നമുക്ക് പ്രൈസ് മൂവ്മെന്റ് പ്രെഡിക്റ്റ് ചെയ്യാനും മാർക്കറ്റ് സെന്റിമെന്റ് ഐഡന്റിഫൈ ചെയ്യാനും നമ്മൾ കാൻഡിൽസ്റ്റിക് പാറ്റേൺ എടുക്കാറുണ്ട്. ഡിഫറെന്റ് ബേസിക് കാൻഡിൽസ്റ്റിക് കോമ്പണൻസ് എന്ന് പറയാം ബോഡി, റെക്ടാങ്കുലർ പാർട്ട് ഓഫ് കാൻഡിൽസ്റ്റിക്. റെക്ടാങ്കുലർ പാർട്ടിനെ എന്ത് പറയുന്നത്, അതിന്റെ ബോഡി എന്ന് പറയുന്നത്. വിക്സ് എന്ന് പറയുന്നത് ലൈൻ അബവ് ആൻഡ് ബിലോ ദ ബോഡി. ഈ അബോവിലും ബിലോയിലുള്ള ഈ ലൈനെ എന്ന് പറയുന്നത് ബോഡി എന്ന് പറയാം. കളർ കാൻഡിൽസ് ടിപ്പിക്കലി ഫിൽഡ് റെഡ് ഓർ ബ്ലാക്ക് കളറാണ് ഇതിന് യൂസ് ചെയ്യാറുള്ളത്. ഫോർ എ ഡൗൺ പീരിയഡ് ആൻഡ് ഹോളോ ഫോർ എൻ അപ്പ് പീരിയഡ്. ഡൗൺ പീരിയഡ് റെഡും ബ്ലാക്കും ആണ്, അപ്പ് പീരിയഡ് ഗ്രീനും വൈറ്റും ആണ് യൂസ് ചെയ്യുക. സം ചാർട്ട് യൂസ് ഡിഫറെന്റ് കളർ, ചിലതിൽ ഡിഫറെന്റ് കളറാണ് യൂസ് ചെയ്യാറുള്ളത്. ഇതിൽ ഡിഫറെന്റ് കാൻഡിൽസ്റ്റിക്കുകൾ എന്ന് പറയുന്നത് ബുള്ളിഷ് പാറ്റേൺ, ഹാമർ, എ സ്മോൾ ബോഡി വിത്ത് ലോങ് ലോവർ വിക്ക്. ലോങ് ആയിട്ടുള്ള ലോവർ വിക്കുകൾ ഉള്ളതാണ് എന്ത് പറയുന്നത്, ഹാമർ എന്ന സ്മോൾ ബോഡിയാണ് ഉണ്ടാവുക. ഓക്കെ, indicating that sellers pushed the price lower during the period but buyers managed to push it back up by the close. Okay, ഇനി മോർണിംഗ് സ്റ്റാർ, എ 3 candle pattern consider long bearish candle. ലോങ് ആയിട്ടുള്ള ബെയറിഷ് കാൻഡിൽ 3 candle pattern ആണ് മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്നത്. ഫോളോഡ് ബൈ സ്മോൾ ബോഡീഡ് കാൻഡിൽ ആയിരിക്കും ഉണ്ടാവുക. ദെൻ ലോങ് ബുള്ളിഷ് കാൻഡിലും അതിന്റെ കൂടെ ഉണ്ടാവും. ദിസ് ഇൻഡിക്കേറ്റ് റിവേഴ്സൽ ഫോം ഓഫ് ഡൗൺ ട്രെൻഡ് ആൻഡ് അപ് ട്രെൻഡിന്റെ റിവേഴ്സൽ ഫോം ആണ്. എംഗിൾഫിംഗ് ബുള്ളിഷ് 2 candle പാറ്റേൺ ആണ് എംഗിൾഫുൾ ബുള്ളിഷ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മൂന്നെണ്ണം നമുക്ക് ഏതൊക്കെയാ നോക്കാം. ബുള്ളിഷ്, എംഗിൾഫുൾ ഉണ്ടോ, രണ്ടെണ്ണമുള്ള, പിന്നെ അങ്ങനെ ഓരോന്നും മൂന്നെണ്ണമുള്ള പാറ്റേൺ. ഓരോന്നിന്റെ അടിസ്ഥാനത്തിലും നമുക്ക് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത് പറയാൻ സാധിക്കും. ഇനി നമ്മൾ അടുത്ത പറയുന്നത് ഷൂട്ടിംഗ് സ്റ്റാർ, എ സ്മോൾ ബോഡി വിത്ത് ലോങ് അപ്പർ വിക്ക് ആൻഡ് ലിറ്റിൽ ടു നോ ലോവർ വിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ബോഡി ഉണ്ടാവുള്ളൂ, അപ്പർ വിക്ക് എന്തുണ്ടാവും, ലോങ്ങർ ആയിരിക്കും, ലിറ്റിൽ ടു നോ ലോവർ വിക്ക് അല്ലെങ്കിൽ ലിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ നോ ലോവർ വിക്ക് ആയിരിക്കണം. ഓക്കെ, സജസ്റ്റിംഗ് ദാറ്റ് പ്രൈസ് മൂവ്ഡ് സിഗ്നിഫിക്കന്റ്ലി ഹയർ ഡ്യൂറിംഗ് ദ പീരിയഡ്. ഡ്യൂറിംഗ് ദ പീരിയഡിൽ പ്രൈസ് മൂവ്മെന്റ് ഹയർ ആണ്, ക്ലോസ്ഡ് നിയർ ദ ഓപ്പണിംഗ് പ്രൈസ്. ഈവനിംഗ് സ്റ്റാർ എന്ന് പറയുന്നത് 3 candle pattern considering long bullish candle followed small bodied candle ആയിരിക്കും ഉണ്ടായിരിക്കുക. Then long bearish candle. This pattern indicates reversal from uptrend to downtrend. Uptrendൽ നിന്നും downtrendലേക്ക് മൂവ്മെന്റ് കാണിക്കുന്നതാണ്. Young Engulfish bearish 2 candle pattern where small bullish candle is followed by large bearish candle completely engulfed the previous candle. It indicates strong selling pressure and potential trend reversal. Strong ആയിട്ട് selling pressure ആണ് അത് കാണിക്കുന്നത്, പൊട്ടൻഷ്യൽ ട്രെൻഡ് റിവേഴ്സൽ ആണ്. ഇനി ഓക്കെ, ഡോജി, എ കാൻഡിൽസ്റ്റിക് വിത്ത് സ്മോൾ ബോഡി ആൻഡ് ലോങ് വിക്സ് ഇൻഡിക്കേറ്റിംഗ് ഇൻഡീഷൻ ഇൻ ദ മാർക്കറ്റിൽ ഇൻഡീഷൻ ഉണ്ട് എന്നുള്ളത് കാണിക്കുകയാണ്. അത് സ്മോൾ ബോഡി ലോങ് വിക്സ് ആണ് അതിനുണ്ടാകുക. സ്പിന്നിങ് ടോപ്പ് ആയിരിക്കും. സ്പിന്നിങ് ടോപ്പ് കാൻഡിൽസ്റ്റിക് സ്മോൾ ബോഡി ആൻഡ് ലോങ് വിക്സ് ആയിരിക്കും സിഗ്നിഫിക്കന്റ് ഇൻഡീഷൻ. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ. ഇനി ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കാൻഡിൽസ്റ്റിക്കിന്റെ വിഷ്വലായിട്ട് വളരെ കൃത്യമായിട്ട് ഇൻസൈറ്റ് ഉണ്ടായിരിക്കും. ട്രെൻഡ് റിവേഴ്സൽ ആൻഡ് കണ്ടിന്യൂവേഷൻ, പ്രഡിക്റ്റീവ് വാല്യൂ പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. റിസ്ക് മാനേജ്മെന്റിന് ഇത് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇതിന്റെ ഇമ്പോർട്ടൻസ്. ഇനി ഇമ്പോർട്ടന്റ് ഇൻഡിക്കേറ്റേഴ്സ് ഇൻ ടെക്നിക്കൽ അനാലിസിസ്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഒന്ന്, ടെക്നിക്കൽ അനാലിസിസിന്റെ ഇമ്പോർട്ടന്റ് ഇൻഡിക്കേറ്റേഴ്സ്. സപ്പോർട്ട് എന്ന് പറയുന്നത് റെഫേഴ്സ് ടു പ്രൈസ് ലെവൽ അറ്റ് വിച്ച് ഡൗൺ ട്രെൻഡ് ക്യാൻ ബി എക്സ്പെക്ടഡ് ടു പോസ് ആൻഡ് റിവേഴ്സ് ഡ്യൂ ടു കോൺസെൻട്രേഷൻ ഓഫ് ഡിമാൻഡ്. ഡിമാൻഡ് കോൺസെൻട്രേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഡൗൺ ട്രെൻഡ് ക്യാൻ ബി എക്സ്പെക്ടഡ് ടു പോസ്. ഡൗൺ ട്രെൻഡ് എന്ത് ചെയ്യും, പോസ് ചെയ്യുമെന്നുള്ള, അതാണ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ഡൗണിലേക്ക് പോകുന്നത് പോസ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും,
reversed concentration of demand. When price approach this level is often seen the floor where buyers step in and prevent the price from falling further. Buyers step ചെയ്തിക്കും അവരെന്ത് പ്രൈസ് ഫർദർ ഫാൾ ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യും. If the price fall below support, it is considered breakdown. ആ സപ്പോർട്ടിനെക്കാട്ടി കുറവിലേക്ക് എത്തുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ബ്രേക്ക് ഡൗണിലേക്ക് പോവാണ്. പ്രൈസ് മേ കണ്ടിന്യൂ ടു ഡിക്ലൈൻ. ഈ റെസിസ്റ്റൻസ് ഈസ് എ പ്രൈസ് ലെവൽ അറ്റ് വിച്ച് റൈസിംഗ് പ്രൈസ് ടെൻസ് ടു സ്റ്റോപ്പ്. റെസിസ്റ്റൻസ് എന്ന പ്രൈസ് റൈസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും ഡ്യൂ ടു ദ കോൺസെൻട്രേഷൻ സെല്ലിംഗ് ഇൻട്രസ്റ്റ് സെല്ലിംഗ്. ദിസ് വ്യൂഡ് സീലിംഗ് വേർ സെല്ലേഴ്സ് ബിഗിൻ ടു സെൽ. സെല്ലേഴ്സ് എന്ത് ചെയ്യുക? വിൽക്കാൻ തുടങ്ങുന്നത്. പ്രിവെന്റിംഗ് ദ പ്രൈസ് ഫ്രം റൈസിംഗ് ഫർദർ. കീ പോയിന്റ്, ഇഫ് ദ പ്രൈസ് റൈസസ് അബവ് റെസിസ്റ്റൻസ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ബ്രേക്ക് ഔട്ട്. ദ പ്രൈസ് മേ കണ്ടിന്യൂ ടു റൈസ്. ഇതിന്റെ പോയിന്റ്, ഇത് റെസിസ്റ്റന്റിന്റെ അബൌവിലാണെങ്കിൽ ബ്രേക്ക് ഔട്ടിലേക്കാണ് പോകുന്നത്. പ്രൈസ് വീണ്ടും കണ്ടിന്യൂ ചെയ്യും. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് RSI. It is a momentum oscillator that measures the speed and change of price movement. ഈ മാർക്കറ്റ് പ്രൈസിലുള്ള മൂവ്മെന്റിന്റെ സ്പീഡ് ചേഞ്ചും മെഷർ ചെയ്യുന്നതിനുള്ളതാണ് RSI എന്ന് പറയുന്നത്. 0ക്കും 1നും 100നും ഇടയിലായിരിക്കും. ഓക്കെ, RSI is equal to 100 minus 100 divided by 1 plus RS. RS is a average of n days up close divided by average n days. Above 70 ആണെങ്കിൽ ഓവർബോട്ട് ആണ്, പോസിബിൾ സെൽ സിഗ്നൽ, വിൽക്കാൻ ഉള്ള ഒരു പോസിബിൾ സിഗ്നൽ ആണ്. 30 ബിലോയിലാണെങ്കിൽ വാങ്ങാനുള്ള സിഗ്നൽ ആണ് തരുന്നത്. ആ സ്റ്റോക്ക് വാങ്ങാനുള്ള സിഗ്നൽ ആണ് തരുന്നത്. മൂവിംഗ് ആവറേജ് are used to smooth out price data and identify the direction of trend by calculating average price over a specific period. സ്പെസിഫിക് പീരിയഡിലുള്ള മൂവ്മെന്റ് മെഷർ ചെയ്യാം. ചിലപ്പോൾ 3 ഇയർ മൂവിംഗ് ഉണ്ടാവും. അപ്പൊ ആ 3 ഇയറിന്റെ പ്രൈസിന്റെ അല്ലെങ്കിൽ 3 ഡേയ്സ് അല്ലെങ്കിൽ 3 അവർ, അപ്പൊ 3 ഡേയ്സ് 3 അവർ 3 ഇയർ ആണ് നമ്മൾ 3 ഇയർ ഒക്കെ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, ഇതൊരു 3 വർഷത്തെ ഒരു സ്പെസിഫിക് നമ്പർ ഓഫ് പീരിയഡ് ആണ് അവിടെ എടുക്കാം. എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് പ്ലേസസ് മോർ വെയിറ്റ് ഓൺ റീസെന്റ് പ്രൈസിനാണ് വെയിറ്റ് കൊടുക്കാം. ഓക്കെ, വോളിയം refers to number of shares or contract traded in a security or market during given period. ഒരു given പീരീഡിൽ എത്ര ട്രേഡ് നടത്തി, അതിൽ എത്ര കോൺട്രാക്ട് ചെയ്തു. ഹൈ വോളിയം ഇൻഡിക്കേറ്റ് സ്ട്രോങ് ഇൻട്രസ്റ്റ് ആൻഡ് കമ്മിറ്റ്മെന്റ് ഫ്രം ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിൽ സ്ട്രോങ് ഇൻട്രസ്റ്റ് ഇതിലുണ്ട്, സ്ട്രോങ് കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്നാണ് അതിന് അർത്ഥമാക്കുന്നത്. ലോ വോളിയം ഇൻഡിക്കേറ്റ് വീക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ. മാർക്കറ്റിൽ വീക്ക് പാർട്ടിസിപ്പേഷൻ ആണുള്ളത്. റൈസിംഗ് പ്രൈസ് വിത്ത് റൈസിംഗ് വോളിയം ഇൻഡിക്കേറ്റ് സ്ട്രെങ്ത് ഈസ് ടിപ്പിക്കലി സീൻ ബുള്ളിഷ് ആണ് എന്നുള്ളത്. റൈസിംഗ് പ്രൈസ് ഫാളിംഗ് വോളിയം ഇൻഡിക്കേറ്റ്സ് വീക്കനിങ് ട്രെൻഡ്. വീക്കനിങ് ട്രെൻഡ് എന്നാണ്, വീക്കനിങ് ആണ്. ഇനി പ്രൈസ് ചാനൽസ് are used to identify and define price movement boundaries within a uptrend or downtrend. Downtrend ആണോ uptrend ആണോ എന്നുള്ള പ്രൈസ് മൂവ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാൻ പ്രൈസ് ചാനൽസ്. അപ്ട്രെൻഡ് ചാനൽ ഫോംഡ് ബൈ an upward sloping line ആണ്. ഡൗൺട്രെൻഡ് എന്തായിരിക്കും? ഡൗൺവാർഡ് സ്ലോപ്പിംഗ് ലൈൻ ആണ്. അപ്വാർഡ് സ്ലോപ്പിംഗ്, ഡൗൺവാർഡ് സ്ലോപ്പിംഗ്. ഓക്കെ, ഇത് യൂസ് ചെയ്യുന്നത് പ്രൈസ് ചാനൽ ട്രേഡ് ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ ബ്രേക്ക് ഔട്ട് ഓർ ബ്രേക്ക് ഡൗൺ പോയിന്റ്. ഇത് ബ്രേക്ക് ഔട്ട് ആണോ ബ്രേക്ക് ഡൗൺ ആണോ? ഓക്കെ, ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ അപ്പർ ചാനൽ ലൈൻ ആണ്. ഓക്കെ, VIX വൊളാറ്റിലിറ്റി ഇൻഡെക്സ്, CBOE വൊളാറ്റിലിറ്റി ഇൻഡെക്സ് മെഷേഴ്സ് ഇംപ്ലൈഡ് വൊളാറ്റിലിറ്റി ഓപ്ഷനിലുള്ള വൊളാറ്റിലിറ്റി മെഷർ ചെയ്യുന്നതാണ്. വൊളാറ്റിലിറ്റി ഈ മാറ്റം. ഓക്കെ, VIX ഇൻഡെക്സ് ഹൈ ലെവൽ ഓഫ് അൺസർട്ടനിറ്റി. VIX ഹൈ ആണെങ്കിൽ ഈ അൺസർട്ടനിറ്റി, നമുക്ക് പ്രൈസ് എവിടെയെന്നുള്ളത് പറയാൻ കഴിയാത്ത അൺസർട്ടനിറ്റി ആയിരിക്കും ഉണ്ടാവുക. ലോ VIX എന്ന് പറയുന്നത് ലോ വൊളാറ്റിലിറ്റി എക്സ്പെക്ടേഷൻ സജസ്റ്റിംഗ് സ്റ്റേബിൾ ബുള്ളിഷ് മാർക്കറ്റ് സെന്റിമെന്റ്. നമുക്ക് സ്റ്റേബിൾ ആയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് അർത്ഥം കീ യൂസ് VIX ഈസ് യൂസ്ഡ് കുറച്ച് മാർക്കറ്റ് സെന്റിമെന്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അഡ്ജസ്റ്റ്മെന്റ് ട്രേഡിംഗ് സ്ട്രാറ്റജി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, താങ്ക് യു.